പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി തെരഞ്ഞെടുപ്പിലേക്ക് ഏതാണ്ട് 7-8 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ രാഷ്ട്രീയ മുന്നണികളും അവരുടെ പ്രചരണത്തിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. പോരാട്ടം കനത്തിരിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് അതൊരു മടിയുമില്ല. സുഹൃത്തുക്കളെ, ഞാനിന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അതിനിർണായകമാകാൻ പോകുന്ന 1-2 ആളുകളുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ അസാന്നിധ്യമോ അല്ല 1-2 ആളുകളുടെ അസാന്നിധ്യം, അതായത് അസാന്നിധ്യത്തിലൂടെ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകാൻ പോകുന്ന 2 പേരെക്കുറിച്ച് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അത് ആ 2 നേതാക്കന്മാരൊന്നും നമ്മളുടെ കൂടെ ഇല്ല. അവരില്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. 70 വർഷക്കാലവും 60 വർഷക്കാലവും ഒക്കെ നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് തല ഉയർത്തി നിന്നിരുന്ന 2 നേതാക്കന്മാരാണവർ. അവർ 2 പേരും ഇല്ലാത്ത തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ട് പല വീഡിയോകളും ഞാൻ കാണാനിടയായി. എന്നാൽ ഞാൻ ആ വാദത്തോട് യോജിക്കുന്നില്ല എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അവർ 2 പേരും ഭൗതികമായി, ആ 2 നേതാക്കന്മാരും ഭൗതികമായി നമ്മുടെ കൂടെ ഇല്ല എന്നത് വസ്തുതയാണ്. 2 നേതാക്കന്മാരും ഭൗതികമായി നമ്മളെ വിട്ടുപോയി. അതിലൊരാൾ വിട്ടുപോയിട്ട് 2 വർഷം കഴിഞ്ഞു, മറ്റൊരു നേതാവ് വിട്ടുപോയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. അതുകൊണ്ട് ഭൗതികമായി ഇവർ 2 പേരും ഇന്ന് നമ്മളുടെ കൂടെ ഇല്ല. പക്ഷേ അവരുടെ ആശയം, അവരുടെ അദൃശ്യ സാന്നിധ്യം, അവരുടെ പ്രത്യയശാസ്ത്രം അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇല്ല എന്ന് പറയുന്ന 2 നേതാക്കന്മാരിൽ ഒരാൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവും ഒരാൾ കോൺഗ്രസിൻ്റെ നേതാവുമായി. ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അവരാരൊക്കെയാണ്. CPM നേതാവ് എന്ന് പറയുന്നത് കേരളത്തിലെ CPM എന്നുവെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അതുല്യനായിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ള നേതാവായിരുന്ന സഖാവ് VS അച്യുതാനന്ദനാണ്. അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു നമ്മളെ വിട്ട് പിരിഞ്ഞു. 102 വയസ്സുണ്ടായി അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞു. അദ്ദേഹമാണ് ഒന്നാമത്തെ ആൾ. രണ്ടാമത്തെ ആൾ കേരളത്തിൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത തീർത്തും ജനകീയനായിട്ടുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവായിട്ടുള്ള ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് 2 വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ ആ 2 നേതാക്കന്മാരും ഇല്ലാത്ത തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നതെങ്കിലും ആ 2 നേതാക്കന്മാരുടെ നേരത്തെ പറഞ്ഞ പോലെ ആശയവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനതിലാദ്യം VSുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി. സുഹൃത്തുക്കളെ, VS എനിക്ക് തോന്നുന്നൊരു 10-15 വർഷക്കാലം തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അവസാനത്തെ ഒരു 10-15 വർഷക്കാലം എന്തിനു വേണ്ടിയാണ് പോരാടിയിരുന്നത്? CPM എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയിലെ ജീർണതയ്ക്കെതിരെ, അതിൻ്റെ പ്രത്യയശാസ്ത്ര മൂല്യങ്ങൾ ഇല്ലാതാകുന്നതിനെതിരെ, അഴിമതിക്കെതിരെ, ഭൂമി കയ്യേറ്റത്തിനെതിരെ, സ്ത്രീ പീഡനത്തിനെതിരെ, മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ, ഇതിനെതിരെയൊക്കെയല്ലേ സുഹൃത്തുക്കളെ VS പോരാടിക്കൊണ്ടിരുന്നത്? കൃത്യമായി പറഞ്ഞാൽ 2001 മുതൽ, 2001 മുമ്പ് അദ്ദേഹം ഈ പോരാട്ടങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നല്ല, 2001 മുതൽ ഏതാണ്ട് 2014-15 വരെ ഈ പറഞ്ഞ പോലെ ഇല്ലാതെ, വിട്ടുവീഴ്ചയില്ലാതെ അദ്ദേഹം ഈ പറഞ്ഞ ഈ തെറ്റുകൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയില്ലായിരുന്നു. അതിനുശേഷം 2016 കഴിഞ്ഞപ്പോൾ അദ്ദേഹം രോഗബാധിതനായി. പിന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പിന്മാറുന്ന ഒരവസ്ഥയുണ്ടായി. പക്ഷേ VSൻ്റെ രാഷ്ട്രീയ ജീവിതം മൊത്തത്തിലെടുത്ത് നോക്കിയാലും, അവസാനത്തെ ഒരു 10-15 വർഷക്കാലം എടുത്ത് നോക്കിയാലും CPMൻ്റെ ജീർണതയ്ക്കെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത അൺകോംപ്രമൈസിങ്ങും അണ്ടർലെൻഡിങ്ങുമായിട്ടുള്ള ഒരു സമരത്തിലായിരുന്നു VS ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. ആ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമരമല്ലേ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്ന് പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ജീർണതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമല്ലേ സുഹൃത്തുക്കളെ? VS നടത്തിയിരുന്ന പോരാട്ടം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ? VS താൻ ജീവിച്ചിരുന്നപ്പോൾ നടത്തിയ പോരാട്ടം ഇപ്പോഴും തുടരുകയല്ലേ? ഈ തെരഞ്ഞെടുപ്പിലും തുടരുകയല്ലേ സുഹൃത്തുക്കളെ? VS നമ്മുടെ കൂടെ ഭൗതികമായിട്ടില്ലെങ്കിലും VSൻ്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും ചുരുങ്ങിയതൊരു 3 പേരെങ്കിലും ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പോർമുഖത്തില്ലേ?
വി എസ് നമ്മെ വിട്ട് പിരിഞ്ഞെങ്കിലും വി എസിൻ്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലപ്പൊക്കമുള്ള നേതാവല്ലേ പയ്യന്നൂരിൽ മത്സരിക്കുന്ന വി കുഞ്ഞികൃഷ്ണൻ. നേതൃത്വം അണികളെ തിരുത്തണം എന്നെഴുതിയ പുസ്തകം അവസാനിപ്പിക്കുന്നത് തന്നെ ആ പുസ്തകം വി എസിന് സമർപ്പിച്ചുകൊണ്ടാണ്. തൊഴിലാളി വർഗത്തിന് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച വി എസിന് സമർപ്പിച്ചുകൊണ്ടാണ് വി കുഞ്ഞികൃഷ്ണൻ ഈ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന തൻ്റെ പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പം വി എസ് ഇല്ലെങ്കിലും വി എസിന് വേണ്ടി വി എസിൻ്റെ രാഷ്ട്രീയം, വി എസിൻ്റെ പ്രത്യയശാസ്ത്രം അത് ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കപ്പെടുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഉരകല്ല് അതാണ്. അതിൻ്റെ ഒരു പ്രതിനിധിയാണ് വി കുഞ്ഞികൃഷ്ണൻ. തളിപ്പറമ്പിൽ മത്സരിക്കുന്ന ടി കെ ഗോവിന്ദനും യഥാർത്ഥത്തിൽ അതല്ലേ CPM നടക്കുന്ന സ്വജനപക്ഷപാതത്തിനെതിരായിട്ടുള്ള പോരാട്ടമല്ലേ ടി കെ ഗോവിന്ദൻ തളിപ്പറമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും വി എസ് മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും അല്ലേ അത്. ഇനി തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം, ആ പോരാട്ടം എവിടെ നിന്നാണ് ആവേശം ഉൾക്കൊള്ളുന്നത്? അത് വി എസിൽ നിന്നല്ലേ. വി എസിൻ്റെ രാഷ്ട്രീയം, വി എസിൻ്റെ പ്രത്യയശാസ്ത്രം അതല്ലേ ജി സുധാകരൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അഴിമതിരഹിത പൊതുജീവിതം, CPM ജീർണത, അതൊക്കെയല്ലേ ജി സുധാകരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വി എസ് നമ്മളോട് ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പാണെങ്കിലും വി എസിൻ്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും മാറ്റുരയ്ക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പം നടക്കുന്നത്. വി എസ് നമ്മളോട് ഇല്ലെങ്കിലും വി എസിൻ്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും ചുരുങ്ങിയത് 3 പേരെങ്കിലും വി കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനും ജി സുധാകരനും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അതുകൊണ്ട് വി എസിൻ്റെ അഭാവത്തിലും വി എസിൻ്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളാണ് എന്നാണ് എനിക്ക് വി എസുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി മറുഭാഗത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വന്നാലോ. കോൺഗ്രസിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള നേതാവായിരുന്നല്ലോ ഉമ്മൻചാണ്ടി. 50 വർഷത്തിലധികം കാലം MLA ആയിരുന്ന അദ്ദേഹവും നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു. പക്ഷേ അദ്ദേഹവും ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ സുഹൃത്തുക്കളെ. അദ്ദേഹത്തെ ഒരു ഇല്ലാത്ത അഴിമതി കേസിൽ കുരുക്കി, ഒരു സോളാർ അഴിമതി കേസിൽ കുരുക്കി, അദ്ദേഹത്തിനെ അധികാരഭ്രഷ്ടനാക്കി, അദ്ദേഹത്തെ പരിഹസിച്ച് അപഹസിച്ച് അപകീർത്തിപ്പെടുത്തി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കൊല്ലാക്കൊല ചെയ്യുകയില്ലായിരുന്നോ CPM നേതൃത്വത്തിൽ ചെയ്തത്? അദ്ദേഹത്തെ കൊല്ലാക്കൊല ചെയ്തു എന്നുള്ളത് കൊണ്ടല്ലേ അദ്ദേഹം മരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത് നമ്മൾക്ക് ഓർമ്മയില്ലേ? അദ്ദേഹം മരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു ജനങ്ങളുടെ ഇടയിൽ ഉയർന്നു വന്നിട്ടുള്ള വികാരം. ഉമ്മൻചാണ്ടിയെ കൊല്ലാക്കൊല ചെയ്തു എന്ന വികാരം ഇന്ന് കോൺഗ്രസ് അണികളിലും ജനങ്ങളിലും ഒക്കെ വളരെ സജീവമല്ലേ സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ ഒരു ഇല്ലാ കേസിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തെ കൊല്ലാക്കൊല ചെയ്ത CPM LDF കണക്ക് തീർക്കാൻ കാത്തിരിക്കുകയല്ലേ കേരളത്തിലെ ജനങ്ങൾ. അപ്പോൾ ഉമ്മൻചാണ്ടി ഇല്ലെങ്കിലും ഉമ്മൻചാണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക വിഷയമാണ്. ഉമ്മൻചാണ്ടിയെ കള്ളക്കേസിൽ കുരുക്കാൻ വേണ്ടി, ഉമ്മൻചാണ്ടി ഒരു ലൈംഗിക അപവാദ കേസിൽ കുരുക്കാൻ വേണ്ടി എല്ലാ പണിയും ചെയ്ത ഒരാൾ ഈ പിണറായി സർക്കാരിൽ മന്ത്രിയായിട്ടിരിക്കുകയല്ലേ. അയാളുടെ പേരല്ലേ KB ഗണേഷ് കുമാർ. അയാൾ പത്തനാപുരത്ത് നിന്ന് മത്സരിക്കുമ്പോൾ അയാൾ ഉമ്മൻചാണ്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയ ശ്രമം, ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ നടത്തിയ ശ്രമം, ഉമ്മൻചാണ്ടിയെ ലൈംഗിക അപവാദ കേസിൽ കുരുക്കാൻ വേണ്ടി അയാൾ നടത്തിയ ശ്രമം അത് ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായി ചർച്ചാ വിഷയമാകല്ലേ സുഹൃത്തുക്കളെ. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഏറ്റവും കാരുണ്യവാനായിട്ടുള്ള മനുഷ്യൻ, ആ മനുഷ്യനെ അപകീർത്തിപ്പെടുത്താൻ എന്തൊക്കെ ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത്. സോളാർ കേസിൽ അദ്ദേഹത്തെ പെടുത്തി, അദ്ദേഹത്തിനെതിരെ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി, അവസാനം CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. അതിനുമുമ്പ് അദ്ദേഹത്തെ ജാമ്യമില്ലാ കേസിൽ കുരുക്കി അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അവസാനം മോഡി സർക്കാരിൻ്റെ CBI അന്വേഷിച്ചിട്ട് പോലും ഉമ്മൻചാണ്ടിയെ കുറ്റമുക്തനാക്കുകയല്ലേ സുഹൃത്തുക്കൾ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ ഏറ്റവും നീചമായി കൊല്ലാക്കൊല ചെയ്ത CPM LDF എതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിട്ടും ഈ തെരഞ്ഞെടുപ്പ് മാറാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ലാത്ത 2 നേതാക്കന്മാർ, ഒരാൾ CPM നിന്നും ഒരാൾ കോൺഗ്രസിൽ നിന്നും, അവർ രണ്ടുപേരും കേരളത്തിലെ ആ പാർട്ടികളിലെ ഏറ്റവും സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരായി. ആ 2 നേതാക്കന്മാരും ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പക്ഷേ ആ 2 നേതാക്കന്മാരില്ലെങ്കിലും ആ നേതാക്കന്മാരുടെ ഓർമ്മകൾ, ആ നേതാക്കന്മാരുടെ രാഷ്ട്രീയം, ആ നേതാക്കന്മാരുടെ പ്രത്യയശാസ്ത്രം, ആ നേതാക്കന്മാരെ കൊല്ലാക്കൊല ചെയ്തത്, ആ നേതാവിൽ ഒരാളെ കൊല്ലാക്കൊല ചെയ്തത്, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചാ വിഷയമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് വി എസിൻ്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും ശരിയെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ കാരുണ്യവാനായ മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്തതിനെതിരെ ജനം വിധി എഴുതും എന്നും ഞാൻ ഈ വൈകിയ വേളയിൽ വിശ്വസിക്കുകയാണ്.